പക്ഷേ ഈ ലൈംഗിക അതിക്രമത്തിനൊപ്പം ഇത് വീഡിയോയിൽ പകർത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് കേസ്. അപ്പോൾ ഞാനിതൊക്കെ കണ്ട് നമ്മൾ ദിനത്തിലെ ഇന്നസെൻ്റ് എണ്ണപ്പോൾ ഇങ്ങനെ നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ധൈര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതാണ്. കാരണം ഈ വീഡിയോ മൊബൈൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ കൈമാറി. ഏകദേശം 2 മാസം മുമ്പാണല്ലേ ഉപ്പുമുളകിലെ ബിജു സോപാനത്തിനെതിരെയും ശ്രീകുമാറിനെതിരെയും ഒരു നടി കേസ് കൊടുത്തെന്നും പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അന്ന് ആ സമയത്ത് ഈ വിഷയത്തെക്കുറിച്ച് അത്യാവശ്യം കുറച്ച് ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായും എല്ലാവരും അന്ന് ചോദിച്ചത് എന്തുകൊണ്ടാണ് ബിജു സോപാനവും ശ്രീകുമാറും നടി നൽകിയ പരാതിയിൽ ഒന്നും പ്രതികരിക്കാത്തത് എന്നുള്ളതാണ്. കാരണം ബിജു സോപാനം എന്ന് പറഞ്ഞാൽ അത്ര അധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഉപ്പുമുളകും പരിപാടിയിലെ ബിജുവിന്റെ ബാലു എന്ന കഥാപാത്രവും നിശാ സാരംഗിലെ നീലു എന്ന കഥാപാത്രവും ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാജിക്കൽ കെമിസ്ട്രി ഉണ്ട്. ഇന്നത്തെ ഉപ്പുമുളകിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പണ്ട് ഉപ്പുമുളകിൽ നിരന്തരമായി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് മുടിയനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഒക്കെ ഉള്ള പരിപാടിയായിരുന്നു അന്ന് ഉപ്പുമുളകും എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയ കാരണം നിശാ സാരംഗിന്റെയും ബിജു സോപാനത്തിന്റെയും പെർഫോമൻസ് തന്നെയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രേക്ഷകർ അത്രയും അധികം ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ഈ ബിജു സോപാനം എന്ന് പറയുന്നത്. തങ്ങളുടെ ബാലു ഇങ്ങനെ ലൈംഗിക അതിക്രമണ കേസിൽ കുടുങ്ങുമെന്നൊക്കെ അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതും കൂടെ അഭിനയിക്കുന്ന നടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു പരാതി വരുമെന്ന് ആരും വിചാരിച്ചില്ല. പണ്ട് നിശാ സാരംഗിന് ഉപ്പുമുളകിലെ ഡയറക്ടറായ കൃഷ്ണകുമാറിൽ നിന്നും മോശം പെരുമാറ്റം നേരിടേണ്ടി വന്നപ്പോൾ നിശയുടെ കൂടെ നിന്ന ആളാണ് ഈ ബിജു സോപാനം. അങ്ങനെ ഇഷ്ടമുള്ള ഒരാൾ കൂടെ ജോലി ചെയ്യുന്ന ഒരു നടിയോട് ഇങ്ങനെയൊക്കെ പെരുമാറുമോ എന്ന് എല്ലാവരും സംശയിച്ചു. അതുകൊണ്ട് തന്നെ ബിജു സോപാനം നേരിട്ട് വന്ന് ഈ സംഭവത്തിന് ഒരു വിശദീകരണം തരുമെന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അതോടെ ബിജു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എല്ലാവരും ഉറപ്പിച്ചു. ഇല്ലെങ്കിൽ അവന് നേരിട്ട് വന്ന് കാര്യം പറഞ്ഞുകൂടായിരുന്നു എന്നുള്ളതായിരുന്നു എല്ലാവരും ചോദിച്ചിരുന്നത്. നിവിൻ പോളി ആയിരുന്നു എല്ലാവരും മാതൃകയായി ഉയർത്തി കാണിച്ചിരുന്നത്. പണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് നിവിനെതിരെ ഒരു പെണ്ണ് ആരോപണവുമായി വന്നത് എല്ലാവരും ഓർക്കുന്നുണ്ടാവല്ലോ. അന്ന് പെട്ടെന്ന് തന്നെ പ്രസ് മീറ്റ് ഒക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ആ ആരോപണത്തെ എതിർക്കുകയാണ് നിവിൻ പോളി ചെയ്തത്. നിവിന്റെ ആ നിലപാടിന് വ്യാപകമായ സപ്പോർട്ട് കിട്ടിയിരുന്നു. ആ കേസ് പിന്നീട് തള്ളി പോവുകയും നിവിൻ നിരപരാധിയാണെന്ന് തെളിയുകയും ചെയ്തു. ആരോപണം നേരിട്ട സമയത്ത് ബിജു സോപാനും ശ്രീകുമാറും ഇതുപോലെ ചെയ്തുകൂടായിരുന്നു എന്നുള്ളതാണ് എല്ലാവരും ചോദിച്ചിരുന്നത്. എന്തായാലും പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരവുമായി ഒടുവിൽ ബിജു സോപാനും രംഗത്ത് വന്നു കഴിഞ്ഞു. 1 to Talk എന്ന് പറഞ്ഞ ചാനൽ ഹൈദർ അലിയുമായുള്ള ഒരു ഇന്റർവ്യൂവിനിടെയാണ് ബിജു സോപാനും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നത്. നമുക്ക് എന്തായാലും ബിജുവിന് എന്താണ് പറയാനുള്ളത് കേട്ടോക്കാം. ആരാണ് തനിക്കെതിരെ പരാതി കൊടുത്തത് എന്നതിനെ കുറിച്ചുള്ള കുറച്ച് സൂചനകൾ ബിജു നൽകുന്നുണ്ട്. ആ ഭാഗം ആദ്യം ഒന്ന് കേട്ടോക്കാം. എൻ്റെ കലാജീവിതത്തിലോ വ്യക്തിപരമായ രീതിയിലോ ഇനി യാതൊരുവിധ ഇത്തരം ആരോപണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാവരും വളരെ സൗഹാർദ്ദപരമായി വളരെ രസിച്ചും കളിച്ചും തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ പ്രോഗ്രാമിൽ ചില തർക്ക വിഷയങ്ങളുണ്ടാവും. കാരണം ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ഈ ഞാനുള്ള സമയം വരെ ഈ റിസണിൽ, കാരണം അവരിപ്പോൾ മാറ്റി നിർത്തിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണ വിധേയരായ മാറ്റി നിർത്തുക, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാന്നുള്ള തീരുമാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഇടപെടും. അതായത് സ്ക്രിപ്റ്റിൽ ചിലപ്പോൾ എൻ്റെ കഥ, ഒരുപാട് എത്രയോ കഥ, കാരണം ഇതിൽ ഈ പറയുന്ന മാധവൻ തമ്പി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ രീതി എൻ്റെ അച്ഛനാണ്, കുട്ടമ്പിളൻ്റെ അപ്പൂവനാണ്. അവിടെ വസ്തുതർക്കവും കാര്യങ്ങളും എൻ്റെ വസ്തുവിന് വഴിയില്ല, റിയൽ എൻ്റെ അച്ഛൻ. അപ്പോൾ അത് ഞാൻ എനിക്ക് എന്തൊക്കെ എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന വേദി പ്ലാറ്റ്ഫോം കൂടിയാണിത്. അത് അതിനുള്ള ഒരു എന്താ പറയുക, അത് നമുക്കതിനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ണികൃഷ്ണൻ സാർ തന്നിട്ടുണ്ട്. അദ്ദേഹമാണ് എന്നെ ഇതിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെ ഒരു കാവലൻ സാറിനെ പോലെ തന്നെ എൻ്റെ ഗുരുവാണ് ഉണ്ണികൃഷ്ണൻ സാറ്. അപ്പോൾ പുള്ളി ആദ്യം എന്തോ പ്രശ്നം ഉണ്ടായിപ്പോയി, രണ്ടാമത് വന്നു. അപ്പോഴും പുള്ളി എന്നോട് പറഞ്ഞിടാ, നീ പഴയതുപോലെ തന്നെ ഈ എല്ലാം കാര്യത്തിൽ ഇടപെടണം, ഈ സ്ക്രിപ്റ്റിൽ കാര്യങ്ങളൊക്കെ വേണം, പിന്നെ എന്തെങ്കിലും തിരുത്തൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള അനുവാദം തന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ ചിലർക്ക് ഈ പറയുന്ന പോലെ നമ്മൾ എഴുതി വരുമ്പോഴാണ് അറിയണം. ചില ഡയലോഗ്സുകൾ ചിലപ്പം സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ, എനിക്ക് സീനിയറൊന്നുമില്ല. ഞാൻ ഈ നാടകത്തിൽ നിന്നുകൊണ്ട് ഒരേ സമയം ഒരു നാടകത്തിൽ രാജാവാവുകയും മറ്റേ വേറൊരു നാടകത്തിൽ കുന്തം പിടിക്കണം ചെയ്യും. അങ്ങനെ ഒരു വിചാരിക്കുമ്പോൾ അതിൻ്റെ പ്രാതിനിധ്യം കുറഞ്ഞു പോയത് ചില തർക്ക വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പലരോടും പറഞ്ഞിട്ടുണ്ട് അകത്താക്കും എന്നൊക്കെ. അത് കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ അതിൻ്റെ ഭാഗമാണോ ഇതെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞതിരുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉപ്പുമുളകും തുടങ്ങിയ കാലം തൊട്ടേ ബിജുവിനൊപ്പം ഉണ്ടായിരുന്ന ഒരു സീനിയർ നടിയാണ് ബിജുവിനെതിരെ കേസ് കൊടുത്തത് എന്നുള്ളതാണ് അല്ലെ. ഉപ്പുമുളകിൽ ബിജുവിനൊപ്പം മൊയ്നീള വേഷം ചെയ്തിരുന്ന ഒരു നടിയാണ് കേസ് കൊടുത്തത് എന്ന് ഓൾറെഡി ഒരുപാട് ആളുകൾ പറയാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു. ആളുകളുടെ കണ്ടുപിടുത്തത്തെ ഉറപ്പിക്കുന്ന രീതിയിലാണ് ബിജു ഇപ്പൊ സംസാരിക്കുന്നത്. ഇവിടെ ഡയറക്ടർ ഉണ്ണികൃഷ്ണനെ കുറിച്ച് ബിജു പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ? ഉണ്ണികൃഷ്ണൻ സാർ എന്റെ ഗുരുവാണ്, പുള്ളി ആദ്യം എന്തോ പ്രശ്നമുണ്ടായി ഉപ്പുമുളകിൽ നിന്നും പോയി, പിന്നീട് തിരിച്ചു വന്നതെന്ന് ബിജു പറയുന്നുണ്ട്. എന്തായിരുന്നു ആ പ്രശ്നമെന്ന് ബിജുവിനും അറിയാം, നമുക്കും അറിയാം. നിശാ സാരംഗിനോട് മോശമായി
പെരുമാറിയതുമായി ബന്ധപ്പെട്ടാണ് ഉണ്ണികൃഷ്ണനെ ഉപ്പുമുളകിൽ നിന്ന് പുറത്താക്കുന്നത്. അന്ന് നിഷയുടെ കൂടെ നിന്ന ആളാണ് ബിജു. അപ്പൊ അങ്ങനെയുള്ള ഈ ഇൻസിഡന്റിനെ കുറിച്ച് നേരിട്ട് പരാമർശിക്കാതെ എന്തോ പ്രശ്നം മൂലം ഉണ്ണികൃഷ്ണൻ പോയി എന്ന് പറഞ്ഞത് ആ നടിയുടെ പേര് ഇതിൽ ഉൾപ്പെട്ടത് കൊണ്ടാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ആ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞാൽ എന്തായാലും ഇപ്പോൾ ബിജുവിനെതിരെ പരാതി കൊടുത്ത നടിയുടെ പേരും പറയേണ്ടി വരും. അത് പ്രശ്നമാവും. എല്ലാവർക്കും കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ വിഷയത്തെ കുറിച്ച് എന്തിനാണ് പ്രതികരിക്കാൻ ഇത്രയും സമയം എടുത്തത് എന്നതിനെ കുറിച്ച് ബിജു സോപാനം പറയുന്നുണ്ട്. അന്ന് കേട്ടോക്കാം. പലരും ചോദിച്ചതിനോട് എന്തുവന്ന് പെട്ടെന്ന് തുറന്നു പറഞ്ഞില്ല, എന്തുകൊണ്ട് താമസിച്ചു? ഒരു ലൈംഗിക അതിക്രമം എന്ന പേരിൽ ആര് കൊടുത്താലും അറസ്റ്റാണ്, FIR ഇടും. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും വർഷത്തെ എൻ്റെ കലാജീവിതത്തിനിടയിൽ ഫസ്റ്റ് ടൈമിൽ ഇത് വരുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. ഞാൻ മാത്രമല്ല, കുടുംബം പേടിക്കില്ലേ? എനിക്കൊരു മകളുണ്ട്, ഈ കൊടുത്തൊരു സ്ത്രീയാണെന്നറിയാം. അപ്പം എൻ്റെ ഭാര്യ സ്ത്രീയല്ലേ, മോള് സ്ത്രീയല്ലേ, അമ്മ, സഹോദരിമാർ, പിന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ എത്രയോ സ്ത്രീ പുരുഷന്മാരുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ? പിന്നെ ധൈര്യം എന്താണ്? അങ്ങനെ സംഭവം ഇല്ല, എനിക്കറിയാം. പക്ഷെ ഞാനിപ്പോൾ അലിയെടുത്ത് പറയണം, എനിക്ക് ഇങ്ങനൊരു സംഭവം ഇല്ല, ഡാലി വിശ്വസിക്കുമോ? ഇല്ല. അപ്പം അത് നമ്മൾ നിയമത്തിൻ്റെ വഴിയെ പോകണം. അപ്പം നിയമം അനുശാസിക്കുന്ന രീതിയിലും പറയുന്ന രീതിയിലും എനിക്ക് ജുഡീഷ്യലിൽ വിശ്വാസമുള്ളത് കൊണ്ട് അവർ പറയുന്ന പോലെ എനിക്ക് കേൾക്കാൻ പറ്റൂ. ഓക്കെ, അപ്പൊ പ്രതികരിച്ചു കഴിഞ്ഞാൽ കോടതിയെ ലക്ഷ്യമായി മാറുമോ എന്നുള്ള ഭയം കൊണ്ടും അതുപോലെ തന്നെ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോഴുള്ള അങ്കലാപ്പും കാരണമാണ് അന്ന് പ്രതികരിക്കാതിരുന്നത് എന്നാണ് ബിജു പറഞ്ഞു വെക്കുന്നത്. FIR ഇട്ട കേസിൽ പ്രതിയായി ആരോപിക്കപ്പെടുന്ന ഒരാൾക്ക് ആ കേസിനെ കുറിച്ച് പബ്ലിക്കായി വന്ന് സംസാരിക്കാൻ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ അയാൾ പബ്ലിക്കായി വന്ന് പറയുന്ന കാര്യങ്ങൾ കോടതിയിൽ അയാൾക്കെതിരെ തന്നെ പ്രയോഗിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ വക്കീലിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം ബിജു ഒന്നും ഉണ്ടാതിരുന്നത്. എന്നാലും കോടതിയെ ലക്ഷ്യം വരാത്ത രീതിയിൽ പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ബിജുവിന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമായിരുന്നു എന്നതാണ് എന്റെ അഭിപ്രായം. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ബാക്കി കാര്യങ്ങൾ നിയമത്തിന് വഴിക്ക് നടക്കട്ടെ എന്നെങ്കിലും പറയാമായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാലും പബ്ലിക് ഫിഗർ എന്ന നിലയ്ക്ക് ചുരുങ്ങിയത് അങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യാമായിരുന്നു. ഇനി 1-2 കമന്റ്സ് ഞാൻ വായിച്ചുതരാം. കേസ് കൊടുത്തത് ഒരിക്കലും നീലുവാണെന്ന് കരുതിയില്ല. ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഉറപ്പായി. എന്നാലും അവർ തമ്മിൽ ഇത്രയും ബോണ്ടായിരുന്നു നമുക്ക് കാണുമ്പോൾ തോന്നിയിരുന്നത്. ഉപ്പുമുളകും ആദ്യം മുതൽ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് മുതൽ ഇതുവരെ അവർ തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. ഒരിക്കലും ബാല അങ്ങനെ ചെയ്യില്ലെന്ന് നമുക്കറിയാം. കാരണം അയാളുടെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ്. എന്തിന്റെ പേരിലാണ് കേസ് കൊടുത്തതെങ്കിൽ അതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും. കാത്തിരിക്കാം. ബാലു അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്കറിയാം. ഈ വാർത്ത ആദ്യം കേട്ടപ്പോൾ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. ബാലു അച്ഛൻ നല്ല ഹൃദയശുദ്ധിയുള്ള മനുഷ്യനാണ്. ബാലു അച്ഛൻ അവസാനം പറഞ്ഞ പോലെ ഈ കള്ളപ്പരാതി കൊടുത്ത മനസാക്ഷിയോട് തന്നെ തിരിച്ചു ചോദിക്കേണ്ടതുണ്ട്. അയാൾക്ക് തീരെ മനസാക്ഷി ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ അപവാദ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞത്. ബാലു അച്ഛൻ ഇത് പുറത്തു വരും. തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ബാലു അച്ഛ, ബാലു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ബാലു നല്ല മനുഷ്യനാണ്. ബാലു ബാലു അല്ല, ബിജു ആണ്. ബാലു എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ചെയ്യുന്ന ഒരു കഥാപാത്രത്തിന്റെ പേര് മാത്രമാണ്. സോ ആ ക്യാരക്ടർ വെച്ചിട്ട് ബിജു എന്ന മനുഷ്യനെ അളക്കാൻ ശ്രമിക്കരുത്. രണ്ടും തമ്മിൽ ഒരുപാട് അന്തരം ഉണ്ടാവും. ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ എല്ലാവരും അവിശ്വാസത്തോടെ നോക്കിക്കണ്ടതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. ബാലു ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ എന്ന്. അത് വിഡ്ഢിത്തമാണ്. ബിജു തന്നെ ഇന്റർവ്യൂവിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് കണ്ടോക്കാം. ആരെ ധരിപ്പിക്കാനാണ്? ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട്. അവർ വിചാരിക്കും ബിജുട്ട എന്തുകൊണ്ട് പറയാ, ഇയാൾ ഇങ്ങനെ ചെയ്യൂ, ബീച്ചേടാന്ന് പറയില്ല, ബാലു ഇങ്ങനെ ചെയ്യുമെന്ന്. അവര് ക്യാരക്ടർ പറയുള്ളൂ. അപ്പൊ എനിക്കിത് ഏറ്റിക്കുന്നത് ബാലുവിനല്ല, ബിജു സോപാനത്തിനാണ് ഏറ്റത്. അപ്പൊ ഞാൻ അതാണ്. സോ ബാലു എങ്ങനെ ചെയ്യില്ല എന്ന് ആരും പറയരുത്. ബാലു എന്ന കഥാപാത്രത്തെ നമുക്ക് നന്നായി അടുത്തറിയാം. പക്ഷെ ബിജു എന്ന മനുഷ്യനെ അത്ര അധികം അടുത്തറിയില്ലല്ലോ. ബിജു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഈ ബിജു ആൻഡ് ബാലു കമ്പാരിസൺ ഇടയ്ക്കിടെ വരുന്നത് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ബിജു തെറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളതൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പണ്ടത്തെ പോലൊന്നല്ലോ, ഒന്നും കണ്ണടിച്ച് വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. പണ്ടൊക്കെ ആണെങ്കിൽ പെണ്ണ് ഇത്തരത്തിലുള്ള ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ നിരുപാധികം അവളുടെ കൂടെ നിൽക്കാറാണ് എല്ലാവരും ചെയ്യാറുള്ളത്. എന്നാൽ ചില സ്ത്രീകൾ വ്യക്തിവൈരാഗ്യം തീർക്കാനോ മറ്റു ചില നേട്ടങ്ങൾക്കും വേണ്ടി ഇത്തരം കേസുകൾ ദുരുപയോഗം ചെയ്തു തുടങ്ങിയതോടെ ആരുടെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ പബ്ലിക്കിനുണ്ടായി എന്നുള്ളതാണ്. കോടതി വിധി വരുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. എന്തായാലും താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന നിലപാടിൽ ബിജു ഉറച്ചു നിൽക്കുന്നുണ്ട്. ബിജുന് പറയാനുള്ളത് കേട്ടോക്കാം. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക അതിക്രമം. അത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലോ, എത്ര മിനിറ്റ് നോക്കിയാലോ, കൈ ഓങ്ങിയാലോ ഒക്കെ ലൈംഗിക അതിക്രമമാണല്ലോ. ഇത്ര സെക്കൻഡ് നോക്കിയാൽ പക്ഷേ ഈ ലൈംഗിക അതിക്രമത്തിനൊപ്പം ഇത് വീഡിയോയിൽ പകർത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് കേസ്. അപ്പോൾ ഞാനിതൊക്കെ കണ്ട് നമ്മളെ ദിനത്തിലെ ഇന്നസെന്റ് എണ്ണപ്പോൾ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ധൈര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതാണ്. കാരണം ഈ വീഡിയോ മൊബൈൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ കൈമാറി. അവരത് എൻ്റെ അകത്ത് നോക്കട്ടെ. ഡിലീറ്റ് ചെയ്താലും കണ്ടുപിടിക്കാം. അപ്പൊ അത് വരട്ടെ. അപ്പൊ അതിനോട് സമയം എനിക്ക് തരണം അല്ലേ? അത് വരട്ടെ. അപ്പൊ പിന്നെ എല്ലാം എന്താണ് തെളിയില്ലേ എന്താണ്. അപ്പൊ ഈ അവിടെ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഇത് ചെയ്തതാണോ, വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്തതാണോ, അതോ ഇനി ആരെങ്കിലും പറഞ്ഞു ഏൽപ്പിച്ചതാണോ?
ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ചില അന്തം വിട്ട എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തതാണോ ഒന്നും അറിയില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കോടതി വിധി വരട്ടെ എന്ന നിലപാട് തന്നെയാണ് ബിജുവിനും. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വീട്ടുകാരോടും കൂട്ടുകാരോടും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രേക്ഷകരോട് അങ്ങനെ പറഞ്ഞാൽ അവർ വിശ്വസിച്ചു കൊള്ളണമെന്നില്ല. അവർ വിശ്വസിക്കണമെങ്കിൽ കോടതി വിധി തന്നെ വരണം. അതിനുവേണ്ടി താൻ കാത്തിരിക്കുകയാണെന്നാണ് ബിജു പറഞ്ഞു വെക്കുന്നത്. വിധി തനിക്ക് അനുകൂലമാണ് എന്നുള്ള ആത്മവിശ്വാസം ബിജുവിനുണ്ട്. നമുക്കും അത് തന്നെയാണ് പറയാനുള്ളത്. നല്ല രീതിയിൽ അന്വേഷണം നടക്കട്ടെ, വിധി വരട്ടെ. എത്രയും പെട്ടെന്ന് വന്നാൽ അത്രയും നല്ലത്. കാരണം വിധി വരുന്നത് വരെ ആളുകളുടെ കണ്ണിൽ ബിജു സോപാനവും ശ്രീകുമാറും തെറ്റുകാരായി നിലനിൽക്കുമെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കേസുകൾ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്നവർക്കെതിരെ പ്രാഥമിക തെളിവുകൾ ലഭിക്കുന്നത് വരെയെങ്കിലും അവരുടെ പേരും മറ്റു വിവരങ്ങളും പുറത്തു വിടരുതെന്നാണ് എന്റെ അഭിപ്രായം. ഈ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്നവർ അഥവാ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണല്ലോ. പ്രത്യേകിച്ച് ഒരുപാട് ഫേക്ക് കേസുകൾ വരുന്ന ഈ സാഹചര്യത്തിൽ. സോ അതിന് ഇത്തരം കേസുകളിൽ അതിവേഗം അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ പോലീസ് ഫോഴ്സും അതുപോലെ തന്നെ അതിവേഗം വിധി നടപ്പാക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക കോടതിയും നിലവിൽ വരേണ്ടതും കൂടിയുണ്ട്. എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. കൂടുതലൊന്നും പറയുന്നില്ല. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.